ഹലോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് വെച്ച് വരെ നോക്കുവാണെങ്കിൽ ഒരു ടോപ്പ് 5 നമുക്ക് അങ്ങ് എടുത്താൽ ഫസ്റ്റ് ജിൻഡോ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ തന്നെയാണ്. ജിൻഡോയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഒരു ഗെയിം ചേഞ്ച് എങ്ങനെ പോയാലും ഉണ്ടാകും. പക്ഷെ സംസാരിച്ച് അധികം നിൽക്കാൻ മാത്രം കഴിയുന്നില്ല എന്നൊഴിച്ചാൽ ജിൻഡോ നല്ലൊരു പ്ലെയർ ആണ്. ജാസ്മിൻ കുറച്ചൊക്കെ നെഗറ്റീവ് ആണെങ്കിലും ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ജബ്രി കോംബോ കൊണ്ട് മാത്രമാണ് ജാസ്മിന്റെ ഗെയിമിനെ എവിടെയൊക്കെയോ ബാധിച്ചത്. അപ്സര മൂന്നാമത്. ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്സര. പുള്ളിക്കാരിയെ എല്ലാവരും അംഗീകരിക്കണം. പുള്ളിക്കാരിയെ പറ്റി നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല എന്നൊഴിച്ചാൽ അപ്സരയും നല്ലൊരു പ്ലെയർ ആണ്. നാലാമതായി നോറയും ടോപ്പ് 5 എത്താൻ സാധ്യതയുണ്ട്. ഭയങ്കര വെറുപ്പീരും കരച്ചിലും ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് ഉണ്ട്. നോറ ടാർഗറ്റ് ചെയ്യുന്നവരെ എല്ലാം പുറത്താക്കി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി മുറുകെ നന്നായിട്ട് ഗെയിം പിടിച്ചാൽ വരാൻ സാധ്യതയുള്ള 2-3 ആൾക്കാരാണ്. ഒന്ന് സിജോയ്, 2 അർജുന്, ഋഷി, അഭിഷേക് എന്നിവരൊക്കെ. അർജുനെ വാഴയെന്ന് വിളിപ്പേരുണ്ടെന്ന് പറഞ്ഞാലും അർജുൻ പറയേണ്ട പോയിന്റുകൾ കറക്റ്റായിട്ട് പറയും ചെയ്യുന്നത്. ഫിസിക്കൽ ടാസ്കും ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് വലിയ എന്റർടൈനിങ് ഒന്നുമില്ല. കുറച്ച് ക്യൂട്ട്നെസ്സിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഋഷി നല്ലൊരു പ്ലെയർ ആണ്. പിന്നെ ഋഷിനെ നേരെ ചെയ്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിക്ക് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊഴിച്ചാൽ കുറച്ചുകൂടെ ഗെയിമിൽ മുന്നോട്ട് അൻസിബയുടെ കൂടെ പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഋഷിയും നല്ലൊരു ഗെയിമറാണ്. അഭിഷേക് നന്നായിട്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്യും, പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയും, പക്ഷെ വലിയ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകത്തില്ല. സിജോ നല്ലൊരു പ്ലെയർ ആണ്. കാട്ടുതീയായിട്ട് വന്നിട്ട് തീപ്പരിയായി പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്വന്തം കാര്യങ്ങൾ എടുത്തു പറയാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നും സിജോ ചെയ്തിട്ടില്ല. സിജോയും സാധ്യതയുണ്ട് മുകളിൽ കയറി വരാൻ.